നിർണായക ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് ഹോളിഡേ ഇന്നിൽ. ഇപ്പോൾ റിപ്പോർട്ടർ ചെയർമാൻ റോജി അഗസ്റ്റിൻ കൂടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് അർജന്റീനയെ നേരിട്ടെത്തിയ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തി. മെസ്സിയും സംഘവും ലോകകപ്പ് നേടിയ അർജന്റീന ടീമും കേരളത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. അദ്ദേഹം കൂടിക്കാഴ്ചകളൊക്കെ നടത്തി. ഏറെ ദിവസങ്ങൾ അർജന്റീനയിൽ ചെലവഴിച്ച ശേഷമാണ് നവംബർ 10-നും 18-നും ഇടയിൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും എന്ന തീരുമാനത്തിൽ എത്തിച്ചതും. ഏതായാലും അല്പസമയത്തിനകം തന്നെ നിർണായകമായ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. മെസ്സി എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, എന്നാണ് മത്സരം, ആരാണ് എതിരാളികൾ, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കായിക മന്ത്രി വി അബ്ദുറഹ്മാനും അവിടെയുണ്ട്. ഏതായാലും ഹെക്ടർ ഡാനിയൽ കബ്രേര ഇപ്പോൾ ഹോളിഡേ ഇൻ ഹോട്ടലിൽ തുടരുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും നിർണായകമായ ചർച്ച നടക്കുക. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകും. സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചർച്ചകളിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. മെസ്സിപ്പടയെ കേരളത്തിലെത്തിക്കുന്നതിന്റെ സന്തോഷമാണ് ഫുട്ബോൾ ആരാധകർക്കൊക്കെ തന്നെയും ഉള്ളത്. കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കാൻ പോകുമ്പോൾ വലിയ ആവേശം തന്നെയാണ് പ്രേക്ഷകർക്കും ഉള്ളത്. ഏതായാലും ആരാധകരൊക്കെ തന്നെയും ചോദിക്കുന്ന നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ചർച്ചകൾ ഇതാ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക്